മൂന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചാൽ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് ഒരേപോലെ തന്നെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമോ? ഉണ്ടായാൽ അത് എന്തുകൊണ്ടാണ്? ഒരു രാജ്യത്തിന്റെ അപകട സാധ്യത അത് നിർണയിക്കാൻ പ്രധാനമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഭൂമിശാസ്ത്രപരമായ സ്ഥാനം യുദ്ധ സാഹചര്യങ്ങളിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ഇപ്പോൾ ലോകത്തെ ആശങ്കയിലാഴ്ത്തുന്നത്. പ്രധാനമായും ഇറാൻ US യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് വലിയ രീതിയിൽ ഉയർന്നു കേൾക്കുന്നത്. മൂന്നാം ലോക മഹായുദ്ധത്തെ രാജ്യം അഭിമുഖീകരിക്കുന്നു എന്ന തോന്നലാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നാളെ എന്ന പോലെ ഒരു മൂന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ അതിന്റെ ആഘാതങ്ങൾ ലോകമെമ്പാടും ഒരേപോലെ തന്നെ അനുഭവപ്പെടില്ല. ഭൂമിശാസ്ത്രപരമായ സ്ഥാനം, സൈനിക സഖ്യങ്ങൾ, ആണവായുധങ്ങളുടെ സാന്നിധ്യം, സൈനിക താവളങ്ങളുടെ പ്രാധാന്യം, അതിർത്തി തർക്കങ്ങൾ എന്നിവയെ ആശ്രയിച്ചാകും ഓരോ രാജ്യത്തിന്റെയും അപകട സാധ്യത അവിടെ വ്യത്യസ്തപ്പെടുത്തുക. ഇതൊരു സാങ്കല്പിക വിലയിരുത്തൽ മാത്രമാണ് എന്നും എന്നാൽ യുദ്ധം തീർച്ചയായും ഉണ്ടാകുമോ എന്നും വലിയ രീതിയിൽ ഇവിടെ ഒരു ആശങ്ക നിലനിൽക്കുന്നു. ആ തരത്തിൽ ഏതെങ്കിലും ഒരു രാജ്യങ്ങൾ നിശ്ചിതമായി തന്നെ തകർന്നടിയും എന്നതാണോ ഇതിനെ അർത്ഥമാക്കുന്നത് എന്നതിൽ ഒരു ശ്രദ്ധ ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. എങ്കിലും ഒരാഗോള യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യം വന്നാൽ ശത്രു രാജ്യങ്ങളുടെ ഒരു അടുത്തിടപഴകൽ, തന്ത്രപ്രധാനമായ സ്ഥാനം, ആണവശക്തിയുടെ സാന്നിധ്യം എന്നിവ കാരണം ചില രാജ്യങ്ങൾ കൂടുതൽ ഗുരുതരമായ ഭീഷണി നേരിടാനുള്ള സാധ്യതയുണ്ട്. അമേരിക്ക ഈ ഒരു രാജ്യങ്ങളിൽ, അതായത് ഈ പറയുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായാൽ ഏറ്റവും വലിയ ലക്ഷ്യം അമേരിക്കയായിരിക്കും. സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട സുരക്ഷിതമായ രാജ്യമാണ് എങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി ആയതിനാൽ തന്നെ ശത്രുക്കളുടെ പ്രധാന നോട്ടപ്പുള്ളി അമേരിക്ക തന്നെയാണ്. അമേരിക്കയുടെ ആഗോള സൈനിക ശൃംഖലയെയും സാങ്കേതിക വിദ്യകളെയും തകർക്കുവാനും എതിരാളികൾ ആദ്യം ശ്രമിക്കുക ഈ ഒരു രീതിയിലാണ്. സൈനിക താവളങ്ങൾ, കമാൻഡ് സിസ്റ്റങ്ങൾ, ഉപഗ്രഹങ്ങൾ, സൈബർ നെറ്റ്വർക്കുകൾ, പ്രധാന നഗരങ്ങൾ എന്നിവ ആഗോള യുദ്ധത്തിൽ വലിയ ഭീഷണി നേരിടും. ഈ ഒരു പട്ടികയിൽ തന്നെ രണ്ടാമതായി വരുന്ന രാജ്യമാണ് റഷ്യ. യുദ്ധമുണ്ടായാൽ ഉറപ്പായും അതിലെ പ്രധാന പോരാളികളിൽ ഒന്നായിരിക്കും റഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ശക്തികളിൽ ഒന്നായ റഷ്യക്ക് പല കോണുകളിൽ നിന്ന് പോലും ആക്രമണം നേരിടേണ്ടി വരും. നാറ്റോയുടെ കിഴക്കൻ അതിർത്തിയിലുള്ള ആക്രമണങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ദീർഘദൂര മിസൈലുകൾ, സൈബർ ആക്രമണങ്ങൾ, സാമ്പത്തിക ഉപരോധങ്ങൾ എന്നിവ അവിടെ റഷ്യയെ വലിയ അപകടത്തിലാക്കും. റഷ്യൻ കമാൻഡ് സെന്ററുകളും ആണവ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ രാജ്യത്തെ വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കാനും ഇടയുണ്ട്. അതേസമയം ഈ പട്ടികയിൽ മൂന്നാമതായി വരുന്ന ഒരു രാജ്യം തായ്വാനാണ്. അമേരിക്കയും ചൈനയും തമ്മിലുള്ള പോരാട്ടത്തിന്റെ പ്രധാന പ്രഭാവ കേന്ദ്രമാണ് തായ്വാൻ. തായ്വാൻ തങ്ങളുടെ ഭാഗമാണ് എന്ന് ചൈന അവിടെ അവകാശപ്പെടുമ്പോൾ തായ്വാന് പ്രധാനമായും പ്രതിരോധ സഹായം നൽകുന്നത് അമേരിക്കയാണ്. ഒരു ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള പ്രധാന യുദ്ധഭൂമിയായി തന്നെ തായ്വാൻ മാറും. ചൈനയുടെ മിസൈലുകളും ഡ്രോണുകളും അവിടെ പെട്ടെന്ന് തന്നെ ആക്രമിക്കാൻ കഴിയുന്ന ദൂരത്തിലാണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. നാലാമതായി പറയുകയാണെങ്കിൽ പോളണ്ടിലേക്ക് വരികയാണെങ്കിൽ നാറ്റോയുടെ കിഴക്കൻ അതിർത്തിയിൽ റഷ്യയുടെ വലിയ രീതിയിൽ ഒരു സൈനിക സ്വാധീന മേഖലകൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന പോളണ്ട് ആകട്ടെ യൂറോപ്പിലെ ഏറ്റവും അപകടകരമായ രാജ്യങ്ങളിൽ ഒന്നാകും. പോളണ്ടിനും ലിത്വാനിയയ്ക്കും ഇടയിലുള്ള ഇടുങ്ങിയ ഇടനാഴിയായ സ്വൽക്കി ഗ്യാപ്പ് നാറ്റോയുടെ ഏറ്റവും ദുർബലമായ പോയിന്റുകളിൽ ഒന്നാണ് എന്നതാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു യുദ്ധമുണ്ടായാൽ സൈനിക വിന്യാസത്തിനും ലോജിസ്റ്റിക് ആ ഒരു ക്ലീനുമുള്ള പ്രധാന പാതയായി തന്നെ പോളണ്ട് മാറുമെന്നതിലും ഒരു സംശയവുമില്ല. ഇവിടം ഒരു നിർണായക ലക്ഷ്യമായി തന്നെ മാറും. ഏറ്റവും ഒടുവിലായി തന്നെ പറയപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ദക്ഷിണ കൊറിയ. ഇവിടേക്ക് വരികയാണെങ്കിൽ മൂന്നാം ലോക മഹായുദ്ധത്തിൽ ജീവിക്കാൻ ഏറ്റവും അപകടകരമായ സ്ഥലങ്ങളിൽ ഒന്നായിരിക്കും ദക്ഷിണ കൊറിയ. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സൈനികവൽക്കരിക്കപ്പെട്ടതും പ്രവചനാതീതവുമായ രാജ്യങ്ങളിൽ ഒന്നായ ഉത്തര കൊറിയയുടെ തൊട്ടടുത്താണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. ഔദ്യോഗികമായി യുദ്ധം അവസാനിച്ചിട്ടില്ലാത്ത അതിർത്തിയാണ് ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ളത്. 2026 ഉത്തര കൊറിയ മിസൈൽ പരീക്ഷണങ്ങൾ തുടരുകയാണ്. ഇതിനു മുൻപേയും ഒരു വാർത്ത ഇത്തരത്തിൽ മിസൈൽ പരീക്ഷണം ഉത്തര കൊറിയ നടത്തുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ്.
അതേസമയം ഇത് എന്നെ എല്ലാം വിശകലനം ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ ഈ 5 രാജ്യങ്ങൾക്ക് പുറമേ തന്നെ നിലവിൽ റഷ്യയുമായി യുദ്ധം ചെയ്യുന്ന യുക്രൈനും പസഫിക് മേഖലയിലെ പ്രശ്നങ്ങൾ കാരണം ജപ്പാനും കടുത്ത ഭീഷണി നേരിടുന്നുണ്ട്. നാറ്റോയുടെ അതിർത്തിയിലുള്ള ബാൾട്ടിക് രാജ്യങ്ങൾ, നാറ്റോ ലോജിസ്റ്റിക്കിന്റെ കേന്ദ്രമായ ജർമ്മനി, അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ യുദ്ധമുണ്ടായാൽ ഇസ്രയേൽ, ഇറാൻ എന്നീ രാജ്യങ്ങളും അതീവ അപകടത്തിലാകും. ചുരുക്കത്തിൽ, അതായത് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, ഏറ്റവും വലിയ സൈന്യമുള്ള രാജ്യങ്ങളല്ല ലോകമഹായുദ്ധത്തിൽ ഏറ്റവും അപകടത്തിലാകുന്നത്. മറിച്ച് തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനമുള്ള രാജ്യങ്ങളായിരിക്കും ഇത്തരത്തിൽ ലോകമഹായുദ്ധം ഉണ്ടായാൽ, അതായത് 3ാം ലോക മഹായുദ്ധം ഉണ്ടായാൽ അതിലേറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്ന രാജ്യങ്ങൾ ഇത് തന്നെയായിരിക്കും എന്നതാണ് ഇവിടെ അടിസ്ഥാനപ്പെടുത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.